അള്ളാഹു തന്നെയാണ് യഹോവ എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതിന് തെളിവുകളും പോപ്പിന്റെ പ്രസ്താവനയും ഒക്കെ കാണിച്ചിരുന്നു. ശ്രീ അനിൽകുമാർ അയ്യപ്പൻജിയുമായിട്ടുള്ള ഡിബേറ്റിനെ കുറിച്ച് ചില ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവർക്ക് PPT കാണാൻ കഴിഞ്ഞില്ല, ക്യാമറയിൽ PPT കാണാൻ കഴിഞ്ഞില്ല, PPT കാണിക്കാമോ എന്ന് ചോദിച്ച് പലരും റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആ PPT കൂടെ കാണിക്കാൻ, ആ വീഡിയോയിൽ, അത് ഒരുപക്ഷെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ലൈവ് പോയ വീഡിയോയിൽ സ്ക്രീനിൽ PPT വ്യക്തമായിരുന്നില്ല. അപ്പം ചില ആൾക്കാർ ചോദിക്കുകയുണ്ടായി, എവിടെയാണ് അള്ളാഹു തന്നെയാണ് യഹോവ എന്ന് പോപ്പ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ആ PPTയിലൂടെ പെട്ടെന്ന് നമുക്കൊന്ന് കണ്ണോടിക്കാം. വളരെ നല്ല രീതിയിൽ ഡിബേറ്റ് പോയി. അനിൽകുമാർജി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അവതരിപ്പിച്ചു, ഞാൻ എൻ്റെ നിലപാടുകൾ അവതരിപ്പിച്ചു. ആൾക്കാർക്ക് അവരുടേതായ കൺക്ലൂഷൻ, ദേ ആർ ഫ്രീ ടു ഫോം ദിയർ ഓൺ കൺക്ലൂഷൻ. പക്ഷേ ഞാൻ ഉദ്ധരിച്ചത്, കോട്ട് ചെയ്തത് പോപ്പിനെ അടക്കമുള്ള ആൾക്കാരെയാണ്. അതിനിടയിലാണ് ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക്, വിശിഷ്യ ചില കത്തോലിക്ക സഹോദരങ്ങൾക്ക് ഈ സംശയം ഉണ്ടായത്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് പോപ്പ് യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് തെളിവ് സഹിതം ഒന്ന് നോക്കിക്കളയാം. ആദ്യത്തെ ഏറ്റവും പ്രധാന തെളിവുകളിലൊന്ന് നോസ്ട്ര അറ്റേറ്റെ, കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ, പരിശുദ്ധ വത്തിക്കാന്റെ പോപ്പിന്റെ കത്തോലിക്ക സഭയുടെ, ലോകത്തെ ഏറ്റവും പ്രമുഖമായ ക്രിസ്തീയ സഭയുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണമാണ് നോസ്ട്ര എറ്റേറ്റെ. നോസ്ട്ര എറ്റേറ്റെ എന്ന് പറഞ്ഞാൽ ഇൻ അവർ ടൈം, നമ്മുടെ കാലഘട്ടത്തിൽ നിന്നാണ് അർത്ഥം. അത് ഒക്ടോബർ 28, 1965 അതിലെ ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഡീറ്റെയിൽസിൽ നോസ്ട്ര അറ്റേറ്റെ, പോപ്പിന്റെ അധ്യക്ഷതയിലുള്ള നോസ്ട്ര അറ്റേറ്റെ, പോപ്പ് പോൾ 6 അധ്യക്ഷതയിൽ ഒക്ടോബർ 28 പറയുന്നു. ഞാൻ കൃത്യമായ വാക്കുകളും കൂടെ പറയാം. മുസ്ലിം സമൂഹത്തെയും ക്രിസ്ത്യൻ സമൂഹത്തെയും ബന്ധിപ്പിക്കുന്ന വാക്കുകളാണ്. വിശിഷ്യ ഇസ്ലാമോഫോബിയ വളരെയധികം വളരുന്ന ഈ കാലഘട്ടത്തിൽ, ക്രിസ്ത്യാനികൾക്കിടയിലും ഹിന്ദുക്കൾക്കിടയിലും വളരുന്ന കാലഘട്ടത്തിൽ പോപ്പിന്റെ ആ നിലപാടുകൾ വായിക്കേണ്ടതാണ്. മുസ്ലിങ്ങൾ യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നില്ലെങ്കിലും ഒരു പ്രവാചകനായി അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. യേശുവിന്റെ കന്യകയായ മാതാവായ മറിയത്തെ ആദരിക്കുന്നു. ചില അവസരങ്ങളിൽ ഡിവോഷൻ, ഭക്തിയോടുകൂടി യേശുവിന്റെ അമ്മയെ സ്മരിക്കുന്നു. കൂടാതെ മരിച്ചവരിൽ നിന്ന് ഉയർക്കപ്പെട്ട എല്ലാവർക്കും ദൈവം അവരുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ന്യായവിധി ദിനത്തെ, ജഡ്ജ്മെന്റ് ഡേയെ അവർ പ്രതീക്ഷിക്കുന്നു. അതേപോലെ ധാർമ്മിക ജീവിതത്തെ മുസ്ലിങ്ങൾ വിലമതിക്കുകയും പ്രത്യേകിച്ച് പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം എന്നിവയിലൂടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. അടുത്ത വരികളിൽ എഴുതിയിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ക്രിസംഗികളെല്ലാം കൃത്യമായി വായിക്കണം. അവരിത് കേൾക്കുമ്പോൾ മാർപ്പാപ്പയെ മാർക്കാക്ക എന്ന് വിളിക്കും. എന്നിരുന്നാൽ പോലും അത് മനസ്സിലായി ഇസ്ലാമോഫോബിയ, മുസ്ലിം വിരോധം കൊണ്ടാണ്. നൂറ്റാണ്ടുകളായി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ചില വഴക്കുകളും വൈരാഗ്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭൂതകാലത്തെ മറന്ന് പരസ്പര ധാരണയ്ക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് ഈ വിശുദ്ധ സിനഡ് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഒന്നുകൂടെ പറയാം, നൂറ്റാണ്ടുകളായി ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ചില വഴക്കുകളും വൈരാഗ്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഭൂതകാലത്തെ മറന്ന് പരസ്പര ധാരണയ്ക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് ഈ വിശുദ്ധ സിനഡ് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഒരു ഹിന്ദു ആക്ടിവിസ്റ്റായ ഞാനാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിലെ ഏറ്റവും വലിയ വിഭാഗമായ കത്തോലിക്കരുടെ, മാർപ്പാപ്പയുടെ സ്റ്റാൻഡ് വെക്കുന്നത്. ഇതിൽ കൃത്യമായി അംഗീകരിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പാതയിൽ പോകുന്ന ആൾക്കാർ യേശുക്രിസ്തുവിനെ ഏറ്റവും ആദരവോടെയാണ് കാണുന്നത്, അമ്മ മേരി ആദരവോടെയാണ് കാണുന്നത്. പക്ഷേ വ്യത്യാസം, ദൈവശാസ്ത്രപരമായ വ്യത്യാസം, മുസ്ലിങ്ങൾ യേശുവിനെ ദൈവമായിട്ടല്ല കാണുന്നതെന്നുള്ളതാണ്. ഇനി അടുത്തതാണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ അടിസ്ഥാനം, എവിടെയാണ് അള്ളാഹുവും യഹോവയും ഒന്നാണെന്ന് പറഞ്ഞത്? പോപ്പ് ജോൺ പോൾ II 5 മെയ് 1999, ഇത് വത്തിക്കാനിലെ ഔദ്യോഗിക രേഖയാണ്. ആ ഔദ്യോഗിക രേഖയുടെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തതാണ്. നിങ്ങൾക്ക് ആർക്ക് അന്വേഷിച്ചാലും കിട്ടുന്ന സ്ക്രീൻഷോട്ട്സ് ആണ്. മെയ് 5, 1999 അതിൽ അദ്ദേഹം മുമ്പ് സംസാരിച്ച, അതായത് മുമ്പ് അദ്ദേഹം സമാനമായൊരു നിലപാട് 1985 കാസാ ബ്ലാങ്കയിൽ വെച്ച് പറയുന്നുണ്ട്, മൊറോക്കോയിലെ കാസാ ബ്ലാങ്കയിൽ വെച്ച് പറയുന്നുണ്ട്. ആ നിലപാട് അദ്ദേഹം റീട്രേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ആ നിലപാട് എന്താണെന്ന് നോക്കാം. ഇതാണ് അതിലെ രേഖ, ഇതാണ് അതിലെ തെളിവ്. രേഖയും തെളിവുമാണിത്. പോപ്പ് സെയിന്റ് ജോൺ പോൾ ആദ്യം ഇത് പറയുന്നത് 19 ഓഗസ്റ്റ് 1985 മൊറോക്കോയിൽ വെച്ചാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമായി ഞാൻ വായിക്കാം. ഇസ്ലാമുമായി ക്രിസ്ത്യാനികൾക്ക് പൊതുവായി പങ്കിടുന്ന മതപരമായ മൂല്യങ്ങളെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ സന്തോഷത്തോടെ അംഗീകരിക്കുന്നു. ക്രിസംഗികൾ പറയുന്നത് പോലെയല്ല,
മുസ്ലിങ്ങളുമായിട്ട് ക്രിസ്ത്യാനികൾ പങ്കിടുന്ന സ്പിരിച്വൽ വാല്യൂസിനെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ സന്തോഷത്തോടെ അംഗീകരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാസാബ്ലാങ്കയിലെ യുവ മുസ്ലിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ഇന്ന് വീണ്ടും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാം ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഏക ദൈവത്തിൽ, ജീവിക്കുന്ന ദൈവത്തിൽ, ലോകത്തെ സൃഷ്ടിക്കുകയും അതിൻ്റെ സൃഷ്ടികളെ പരിപൂർണതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ. പോപ്പ് വിശ്വസിക്കുന്ന ദൈവം ഏതാണ്? യഹോവയാണ്. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണ്? അള്ളാഹുവാണ്. യഹോവയും അള്ളാഹുവും ഒരാളാണ്. വി ബിലീവ് ഇൻ ദ സെയിം ഗോഡ് എന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ അല്ല, പോപ്പ് സെയിന്റ് ജോൺ പോൾ 19 ഓഗസ്റ്റ് 1985 എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നലത്തെ ഡിബേറ്റ് കണ്ടവർക്കോ ഇന്നത്തെ ആൾക്കാർക്കോ സംശയഭേദമന്യേ തെളിവ് മനസ്സിലായി കാണും. പരിശുദ്ധ ഖുറാനിലും പരിശുദ്ധ ബൈബിളിലും പറയുന്ന യേശുക്രിസ്തു ചരിത്രപരമായ ഒരാൾ തന്നെയാണ്. ദൈവശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ മാത്രമാണ്. തിയോളജിക്കൽ വ്യത്യാസം, വിശ്വാസത്തിലെ വ്യത്യാസം, വിശ്വാസത്തിലെ വൈവിധ്യം തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷേ ഒരേ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. അമ്മ മേരിയുടെ മകനായി ജനിച്ച, കന്യകയായ മറിയത്തിൽ നിന്ന് ജനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനായ, ഇഹത്തിലും പരത്തിലും ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് യേശുക്രിസ്തുവിനോടാണെന്നാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പക്ഷേ ദൈവശാസ്ത്രപരമായി വ്യത്യാസങ്ങളും മറ്റുമുണ്ട് എന്ന് മാത്രമാണ്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാണ്. കുരിശുമരണം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. എൻ്റെ അടക്കമുള്ള വിശ്വാസം യേശുവിന് കുരിശുമരണം സംഭവിച്ചു, അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. അതൊരു സ്പിരിച്വൽ ടെർമിനോളജിയാണ്. ആ രീതിയിൽ അദ്ദേഹത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായി എന്നുള്ളത്. പക്ഷേ വിശ്വാസപരമായ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ മറ്റൊരു കാര്യത്തിൽ വിശ്വസിക്കും. അതിനെ നമുക്ക് ബഹുമാനിക്കാം. അത് മറ്റൊരു തിയോളജിക്കൽ വ്യാഖ്യാനമാണ്, ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനമാണ്. ക്രിസ്ത്യൻ സഭകൾക്കിടയിൽ തന്നെ എത്രയോ വ്യത്യസ്ത ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങളുണ്ട്, എത്രയോ വ്യത്യസ്ത ചിന്തകളുണ്ട്. കത്തോലിക്കരുണ്ട്, പ്രൊട്ടസ്റ്റന്റ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ അവാന്തര വിഭാഗങ്ങൾ ധാരാളമുണ്ട്. ആധുനിക കാലത്ത് പെന്തക്കോസ്റ്റുകളുണ്ട്, CSI ഉണ്ട്, ഇപ്പം ബ്രദറിൻ ചർച്ചുകൾ, അനിൽകുമാർ അയ്യപ്പൻ്റെ ബ്രദറിൻ ചർച്ചുകൾ അടക്കമുള്ള ആൾക്കാരുണ്ട്. വ്യത്യസ്ത ദൈവശാസ്ത്ര വീക്ഷണങ്ങളും വിശ്വാസങ്ങളും ഇല്ലേ? ട്രിനിറ്റിയിൽ വിശ്വാസമില്ലേ? അല്ലെങ്കിൽ വ്യത്യാസമില്ലേ? അപ്പോൾ വ്യത്യസ്ത ധാരകൾ ഉണ്ടാകാം, പക്ഷേ അവരെല്ലാം ഒരേ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഇത് ഊന്നി പറയുന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെയൊക്കെ ഒരു ആഗ്രഹം, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്, മഹാത്മാഗാന്ധിയെ പിന്തുടരുന്ന വ്യക്തിയാണ്. ഗാന്ധിജി ഏറ്റവും ആദരവോടെ കണ്ടിരുന്നത് യേശുക്രിസ്തുവിനെയാണ്. നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ഏറ്റവും ആദരവോടെ ലോക ഗുരുവായി കണ്ടിരുന്ന 4 പേര് കൃഷ്ണൻ, ബുദ്ധൻ, യേശുക്രിസ്തു, പ്രവാചകൻ മുഹമ്മദ് നബി എന്നിവരാണ്. അപ്പോൾ ഇവരിൽ നമുക്ക് ഒരുമയുണ്ടാക്കാൻ കഴിയണം. മൈനറായിട്ടുള്ള, സബ്സ്റ്റാൻഷ്യൽ അല്ലാത്ത, ഇൻഡെപ്ത് അല്ലാത്ത, സൂപ്പർഫിഷ്യലായ വ്യത്യാസങ്ങൾക്കപ്പുറം ആഴത്തിൽ, ഇൻഡെപ്തിൽ പോകുമ്പോൾ നമ്മൾ ദൈവത്തിൽ, വിശ്വാസത്തിൽ, ആത്മീയതയിൽ ഒന്നാണ് എന്ന തിരിച്ചറിവിൽ ലോകത്തൊരു ജീസസ് അക്കോർഡ്സ് അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് അക്കോർഡ്സ് ഉണ്ടാകണം. എബ്രഹാം അക്കോർഡ്സ് ലോകത്തിൽ സമാധാനം സ്ഥാപിച്ച പോലെ യേശുക്രിസ്തുവിൻ്റെ അക്കോർഡ്സ്, യേശുക്രിസ്തുവിനെ ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നു, മെസ്സിയാനിക് ജ്യൂസ് അംഗീകരിക്കുന്നു, മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നു, ബഹായി അംഗീകരിക്കുന്നു, ബാക്കി വ്യത്യസ്ത ധാർമ്മിക് റിലീജിയൻസ് അംഗീകരിക്കുന്നു, മഹാത്മാഗാന്ധി അംഗീകരിക്കുന്നു, വിവേകാനന്ദ സ്വാമികൾ അംഗീകരിക്കുന്നു. അങ്ങനെ യേശുവിൽ പൊതു സമാധാനവും ഒരു പൊതു ബോധവും സൃഷ്ടിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ.